ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു, ഫേസ്ബുക്ക് പോസ്റ്റ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് യുക്തിവാദികളുടെ നേതാവാണ്. തൃശ്ശൂരിൽ നിന്ന് പെരുമ്പലാവ് പോകാതെ ഒരു ഷോർട്ട് കട്ട് റൂട്ടുണ്ട്, പേര് കിട്ടുന്നില്ല. അവിടെ ഒരു വാളിന് പോയപ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് ഇന്ന് യുക്തിവാദികളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആരിഫിന്റെ പേര് പറയരുത്, എന്താന്ന് ചോദിച്ചു. ആരിഫ് ഡോക്ടറുടെ മഹല്ലാണിത്, അദ്ദേഹത്തിന്റെ മാമയാണ് ഞാൻ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട്, ഉസ്താദ് പറഞ്ഞോളി, പക്ഷെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. ഈ ആരിഫ് ഹുസൈൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്ന നിങ്ങൾ വായിച്ചോ? ഹൂറന്മാരില്ലാത്ത നാട്ടിലേക്ക് ജിഹാദിയായ എൻ്റെ ഉമ്മ കടന്നു പോയിരിക്കുന്നു. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചപ്പോ ഉമ്മാനെ ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ, മുസ്ലിം ഉമ്മത്തിനെ അക്രമികൾ എന്ന അർത്ഥത്തിൽ വിളിക്കുന്ന പേരാണ് ജിഹാദി. ആരിഫ് ഹുസൈൻ്റെ ഉമ്മ അടിയുറച്ച മുസ്ലിമത്തായിരുന്നു, അതോടൊപ്പം സുന്നി ആദർശം ജീവിച്ച ഒരു സഹോദരിയാ. ഇങ്ങനെയുള്ള ഒരു നാസ്തികനെ, ഇങ്ങനെയുള്ള ഒരു യുക്തിവാദിയെ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചക പുങ്കവരെയും വിമർശിക്കുന്ന ഒരു മകനെ ഗർഭം ധരിച്ചതിൽ വളരെ ദുഃഖമുണ്ടായിരുന്നു ആ സ്ത്രീക്ക്. ആ സ്ത്രീയെ പറ്റി മകൻ എഴുതിയതാണ്, ഹൂറന്മാരില്ലാത്ത സ്വർഗത്തിലേക്ക് എൻ്റെ ഉമ്മ പോയി. ആരിഫിന് ഇപ്പോഴും സംശയമുണ്ട്, എന്താ സ്വർഗത്തിൽ ഹൂറികൾ മാത്രമേ ഉള്ളൂ, എന്താ ഹൂറികളായ ആണുങ്ങളില്ലാത്തത്, ആരാ ഹൂറന്മാരെന്ന് പറഞ്ഞത്? സ്വന്തം ഉമ്മയെ പറ്റിയാണ് തെരുവത്ത് ഹാരിസ് ഇത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, കടുത്ത വിദ്വേഷവാദികൾക്ക്, സംഘികൾക്ക് ആരിഫ് ഹുസൈൻ്റെ ഓരോ വിമർശനങ്ങളും അവർക്ക് ചൂണ്ടുപലകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ചില യുവാക്കൾ ചോദിക്കും, ദൈവം എവിടെ, അള്ളാഹു എവിടെ? അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുത്താലേ അവർ വിശ്വസിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുറെ ആരിഫ് ഹുസൈൻ അതുപോലെ പലരും ഇറങ്ങിയിട്ടുണ്ട്, എക്സ് മുസ്ലിം എന്ന, മുൻ മുസ്ലിം യുക്തിവാദികളെന്ന് അവർ പറയുന്നു. അവർക്ക് യുക്തിയില്ല. യുക്തി ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ കണ്ടെത്തുമല്ലോ. ഭൂമിയിലെ സോളാർ സിസ്റ്റത്തിലെ ഭൂമി എന്ന ഗ്രഹത്തിലെ ഒരു മണൽത്തരി മുതൽ സൗരയൂഥത്തിലെ ഭീമനായ വ്യാഴം എന്ന ഗ്രഹം വരെ വിളിച്ചു പറയുന്നത് അലാ അന്നഹു വാഹിദു, അല്ലാഹു ഏകനാകുന്നു എന്നാണ്.